I'm NMCN BSc മെക്കാനിക്സ്. ചില ചോദ്യങ്ങൾ ഒന്ന് കാണാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോഴ്സിനെതിരെ വർക്ക് ചെയ്യുകയോ ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ഫോഴ്സസിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ എ ഫോഴ്സ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ് ഇഫ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓർ against the force in displacing or in moving a particle from one position to another is path independent. അല്ല, ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്. ഈ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത, every conservative force is associated with a scalar point function. ഓരോ കൺസർവേറ്റീവ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കെയിലാർ ഫങ്ഷൻ, സ്കെയിലാർ ക്വാണ്ടിറ്റി വരും. അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സാണ്, അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവാണ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇലാസ്റ്റിക് ഫോഴ്സ് കൺസർവേറ്റീവാണ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സ്പ്രിങ്ങിനൊക്കെ കംപ്രസ് ചെയ്യുമ്പോഴും ഒക്കെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലോ, ½ kx². അവിടെ ഫോഴ്സ് F=−kx, ഹുക്സ് ലോ അനുസരിച്ച്, അത് കൺസർവേറ്റീവ് ഫോഴ്സാണ്. അത് അത്രേ ഉള്ളൂ. Another one, prove that work done by a conservative force around a closed path is equal to 0. ഇപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് സി എന്ന് പറയുന്ന ഒരു പാത്തിൽ കൂടി ഒരു പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ചെയ്യേണ്ട വർക്ക് WACB എന്നിരിക്കട്ടെ. അതേ പാർട്ടിക്കിള് ADB ഈ പാത്തിൽ കൂടി ബിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ചെയ്യേണ്ട വർക്ക് WADB എന്നിരിക്കട്ടെ. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഈ രണ്ട് വർക്കും സെയിമാണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെന്ന. ഈ വർക്കെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ A to B ഓഫ് F.dr. വർക്ക് ഈസ് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ DR എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുമ്പോൾ ചെയ്യേണ്ട വർക്ക് F.dr എങ്കിൽ ടോട്ടൽ വർക്ക് ഇൻ്റഗ്രൽ A to B ഓഫ് F.dr. എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ. അതാണ് ആ ഫിഗറിൽ ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത്. ACB കൂടെ എയിൽ നിന്ന് ബിയിലോട്ട് കൊണ്ടുപോയി, ഈ പാത്തിൽ കൂടെ ബി കൊണ്ടുപോയി, ഈ പാത്തിൽ കൂടെ തിരിച്ചു കൊണ്ടുവന്നു. എങ്കിൽ ചെയ്യേണ്ട വർക്ക് നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ ഇട്ട് കാണിക്കുക, ഇൻ്റഗ്രൽ ഓഫ് DW. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു WACB പ്ലസ് WBDA. ഇങ്ങോട്ട് ആരോ, ദാറ്റ് ഈസ് WACB എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ A to B ഓഫ് F.dr പ്ലസ് WBDA എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ B to A ഓഫ് F.dr. ഇൻ്റഗ്രൽ B to A എന്നുള്ളത് ലിമിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മൈനസ് ആകുമെന്നറിയാമല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ടോട്ടൽ വർക്ക് ഈസ് ഇൻ്റഗ്രൽ A to B F.dr മൈനസ് ഇൻ്റഗ്രൽ A to B. B to A എന്നുള്ള A to B ആകുമ്പോൾ ഇവിടെ മൈനസ് വരും, മൈനസ് A to B F.dr. ദാറ്റ് ഈസ് 0. സോ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടെ ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട വർക്ക് 0യാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫായത്. അടുത്തൊരു പോയിൻ്റ്, പൊതുവെ പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സസ് കൺസർവേറ്റീവ് ആയിരിക്കും.
അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സാണ്. കാരണം F=G(m1m2)/r². ആർ എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ്, പൊസിഷനെ കാണിക്കുന്ന ടേമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് Q1Q2/r². സ്പ്രിംഗ് ഫോഴ്സ് ആണ് F=-kx അല്ലെ -kr. അപ്പോൾ പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് ജനറലായിട്ട് കൺസർവേറ്റീവാണ്. പക്ഷെ വിസ്കസ് ഫോഴ്സ്, ഇപ്പോൾ ഒരു സ്ഫിയർ ഒരു വിസ്കസ് മീഡിയത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ മൂവ് ചെയ്യിക്കുമ്പോൾ വിത്ത് എ വെലോസിറ്റി v, വിസ്കസ് ഫോഴ്സ് സ്റ്റോക്സിലനുസരിച്ച് 6π(η)AV. അതൊരു ഡിസിപ്പേറ്റീവ് ഫോഴ്സാണ്, നോൺ കൺസർവേറ്റീവാണ്. അവിടെ എനർജി ഡിസിപ്പേറ്റഡ് ആവും. ഫ്രിക്ഷൻ, വെലോസിറ്റി ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷൻ വിൽ ഡിപ്പെൻഡ് ഓൺ കൈനറ്റിക് ഫ്രിക്ഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ വെലോസിറ്റി. അതും വെലോസിറ്റി ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ ജനറലായിട്ട് വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫോഴ്സസ് നോൺ കൺസർവേറ്റീവാണ്. പക്ഷേ ദർ ഈസ് ആൻ എക്സെപ്ഷൻ. ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഒരു ഇലക്ട്രിക് ചാർജ് കടത്തിവിട്ടാൽ ദാറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് F=BQV sin θ, അല്ലെ Q×V×B. +2 പഠിച്ചതാണ്. ഇത് വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫോഴ്സാണ്. പക്ഷേ ഇത് കൺസർവേറ്റീവ് ഫോഴ്സാണ്. കാരണം ഈ ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ്, എപ്പോഴും ഡയറക്ഷൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലറാണ്. സൈക്ലോട്രോണൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലറാണ് ഈ ലോറൻസ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലറാണ്, വർക്ക് 0 Fs cos θ 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് ഈസ് 0. അപ്പോൾ ഏത് പാത്തിൽ കൂടെ കൊണ്ടുപോയാലും ലോറൻസ് ഫോഴ്സ് കൊണ്ട് ഏത് പാത്തിൽ സഞ്ചരിച്ചാലും എപ്പോഴും ഈ ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഏത് പാത്തിൽ കൂടെ കൊണ്ടുപോയാലും വർക്ക് 0. അപ്പോൾ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. സോ ലോറൻസ് ഫോഴ്സ്, ഈവൻ ദോ ഇറ്റ് ഈസ് എ വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്, ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞതാണ്. Another one, prove that central force is conservative. സെൻട്രൽ ഫോഴ്സ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ നമുക്കത് പ്രൂഫിന് ഫിഗർ കാണുമ്പോൾ അത് വെച്ച് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ട് മാസസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് M, m. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് അട്രാക്ഷൻ എപ്പോഴും, അതുകൊണ്ടാണ് മൈനസ് ഇടുന്നത്, -Gm×m/r². ഈ ഫോഴ്സ് ഇപ്പോൾ M ഈ മാസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ സെൻറ്ററിലോട്ടാണ്. അപ്പോൾ ഒരു ഫിക്സഡ് പോയിൻറ്റിലോട്ടാണ് ഈ ഫോഴ്സ്. മാത്രവുമല്ല ഇത് തമ്മിലുള്ള അകലം ഈ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, Gm/r² എന്ന. അപ്പോൾ മറ്റ് ക്വാണ്ടിറ്റികൾ വരുന്നില്ല. മാസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഡിസ്റ്റൻസായി ഇവിടുത്തെ ഡിസൈസീവ് ഫാക്ടർ. ഇപ്പോൾ പൊസിഷൻ ഡിപ്പെൻഡൻ്റാണ് ഈ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതിൽ അപ്ലൈ ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടുവേഴ്സ് ഇതിൻ്റെ സെൻറ്റർ. ഇപ്പോൾ ഒരു ഫിക്സഡ് പോയിൻറ്റിലോട്ട് ആക്ട് ചെയ്യുക എന്ന ഫോഴ്സ്. അതല്ലെങ്കിൽ ഇത് രണ്ട് ലൈക്ക് ചാർജസ് +Q+Q, ഇതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും എവേയാണ്. അതും പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഫോഴ്സാണ്. കാരണം 1/4πε0 × സ്പ്രിംഗ് ഫോഴ്സാണ് F=-kr. ഇതും ഒരു ഫിക്സഡ് പോയിൻറ്റിലോട്ട്, അതാണല്ലോ സിമ്പിൾ ഹാർമോണിക് മോഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇത്തരം ഫോഴ്സാണ്. അപ്പോൾ എ ഫോഴ്സ് whose line of action passes through a fixed point and whose magnitude depends only on position R is called a central force. That fixed point is called center of force. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് കാണാം. സെൻട്രൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോൾ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ദറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ ഓൺലി. അപ്പോൾ സെൻട്രൽ ഫോഴ്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ. എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് ആർ എന്ന് അർത്ഥം. അതിനെ നമുക്ക് വെക്ടർ ആക്കാൻ വേണ്ടി ഇത് തീർച്ചയായിട്ടും ഈ ആർ എന്ന് പറയുന്ന ലൈനിൽ കൂടാന്നല്ലോ, ഈ ആർ എന്ന് പറയുന്ന ലൈനിൽ കൂടി ഇങ്ങോട്ടോ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ ഫോഴ്സിനെ വെക്ടറാക്കി പറയുമ്പോൾ വെക്ടർ എഫ് ഈക്വൽസ് ഇത് മാഗ്നിറ്റ്യൂഡാണ്. അതിനൊരു യൂണിറ്റ് വെക്ടർ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് യൂണിറ്റ് വെക്ടർ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ എങ്ങോട്ടാണെന്നോ അങ്ങോട്ട്. സോ വർക്ക് ഈക്വൽസ് ഇപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ഈ ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ചെയ്യേണ്ട ആകെ വർക്ക് ഇൻറ്റഗ്രൽ എ ടു ബി ഓഫ് എഫ് ഡോട്ട് ഡി ആർ. ദറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ബി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ആർ ആർ ക്യാപ് ഡോട്ട് ഡി ആർ. നമുക്കറിയാം ആർ ഡോട്ട് ആർ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി. ആറും ഡി ആറും ഒരേ ഡയറക്ഷനിലാണ്, ഒരു ലൈനിൽ കൂടെ. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ യൂണിറ്റ് വെക്ടറിൻ്റെ മോഡുലസ് 1 ഇൻറ്റു ഡി ആറിൻ്റെ മോഡുലസ് ഡി ആർ ഇൻറ്റു കോസ് ആംഗിൾ ബിറ്റ്വീൻ ആർ ക്യാപ് ആൻഡ് ഡി ആർ ഈസ് 0. സോ ചുരുക്കത്തിൽ ആർ ക്യാപ് ഡോട്ട് ഡി ആർ ഈസ് ഡി ആർ. ദറ്റ് ഈസ് വർക്ക് ഡബ്ല്യു ഈക്വൽസ് ഇൻറ്റഗ്രൽ എഫ് ആർ ഡി ആർ എന്ന് വരും. ഈ എഫ് ആർ എന്ന് പറയുന്ന ആ പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫങ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ വിത്തിൻ ദി ലിമിറ്റ്സ് എ ടു ബി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും പൊസിഷൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന ക്വാണ്ടിറ്റി 5 എന്നിരിക്കട്ടെ, അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ 5 at ബി മൈനസ് 5 at എ. രണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റീസാണ്. അത് സത്യത്തിൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഈ 5b മൈനസ് 5a ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻസ്, നോട്ട് ഓൺ ദി പാത്ത്. ഏത് പാത്തിൽ കൂടെ കൊണ്ടുപോകുന്നതെന്നുള്ളവിടെ പ്രശ്നമാവുന്നില്ല. കിട്ടുന്ന ആൻസർ ബി എ ഈ രണ്ട് പൊസിഷൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം കിട്ടുള്ളൂ. So work is independent of paths. That means the central force is a conservative force. അപ്പോൾ പ്രൂഫ് കണ്ടത് സെൻട്രൽ ഫോഴ്സ് എപ്പോഴും ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഗ്രാവിറ്റേഷൻ ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് ആയാലും അതുപോലെ ഇലാസ്റ്റിക് ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സ് എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ് എന്നോ അത് 3 ഡയമെൻഷൻ എടുക്കും, മൈനസ് കെ ആർ എന്നോ എന്ത് വേണേൽ എടുക്കുക. അത് പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് സെൻട്രൽ ഫോഴ്സാണ്. അതിൻ്റെ ബാക്കി നമ്മൾ ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ കാണാനുണ്ട്. പ്ലാനറ്ററി മോഷൻ ആൻഡ് സോ ഓൺ. വി വിൽ സീ ദം ഇൻ ദി നെക്സ്റ്റ് പോസ്റ്റിങ്സ്. താങ്ക് യു.